ഡിഫൻഡറിൽ ഇത് വേറെ ലെവൽ സാധനം, പുതുപുത്തൻ സാധനം കേട്ടോ. 3 ലിറ്റർ HC 2023-24 രജിസ്റ്റർ. 23-24 വണ്ടി. കമ്പനി വാറണ്ടി ഉള്ള വണ്ടിയാണ് ഓൾമോസ്റ്റ്. അതെ അതെ, വണ്ടിന്റെ ക്വാളിറ്റി നോക്കിക്കോളാം. ഇനിയിപ്പോൾ നമ്മൾ ആദ്യമായിട്ട് വീഡിയോ എടുക്കുന്നുണ്ട്, ഓഫർ എന്തെങ്കിലും പറയും. നമുക്ക് ഫുൾ ടാങ്ക് ഫ്യൂലും കൊടുക്കാം. ഓക്കെ, എന്തായാലും ഫുൾ ടാങ്ക് എണ്ണ അടിച്ചു തരും. ഇവിടുന്ന് ഏത് വണ്ടി പർച്ചേസ് ചെയ്യുകയാണെങ്കിലും ഇത് നമുക്ക് 12,40 കൊടുക്കാം. 12,40 കൊടുക്കാം അല്ലേ? അടിപൊളി. 12,40,000 4 വീല് 42,000 കിലോമീറ്റർ ഡീസൽ അല്ലേ? ഡീസൽ. അടിപൊളി. 2 വീൽ ഓട്ടോമാറ്റിക്. വിലയോ? മാക്സിമം ഫുൾ വണ്ടിയുടെ കാര്യത്തിൽ 100% ഗ്യാരണ്ടി. അതാണ് അറിയേണ്ടത്. ക്വാളിറ്റി ഉള്ള വണ്ടികൾ വേണമെങ്കിൽ എന്തായാലും ഇത് മിസ് ചെയ്യണ്ട കേട്ടോ. നമുക്ക് 895 കൊടുക്കാം. 895 അല്ലെങ്കിൽ 23 ഡീസൽ. ഡീസലില് DSG-ല് 7 സ്പീഡ് വരുന്നത്. അടിപൊളി കേട്ടോ. അതായത് ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ 2 ലിറ്റർ എഞ്ചിനാണ് വരിക. നല്ല പവർഫുൾ സാധനം അല്ലേ? ഈ ഒരു ഷോറൂമിൽ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് തന്നെ ഏകദേശം 1 വർഷത്തോളമായിട്ടാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ മാസം നമ്മൾ വീഡിയോ എടുക്കണമെന്ന് വിചാരിക്കും, പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് അങ്ങനെ നീണ്ടു പോകുമായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്ന് എടുത്തിട്ടേ ഉള്ളൂ തന്നെ തീരുമാനിച്ചിറങ്ങിയതാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി കുറച്ച് വണ്ടികൾ വന്നിട്ടുണ്ട്. നല്ല കിടിലൻ കുറച്ച് പിന്നെ താറ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ താറൊക്കെ നല്ല പുതിയ മോഡൽ വണ്ടികളാണ്. അതേപോലെ തന്നെ പിന്നെ ഫോർച്യൂണർ ഉണ്ട്. അത് കോടികളുടെ മുതൽ ലെജൻഡർ വരെ കിടക്കുന്നുണ്ട് കേട്ടോ. സോറി, ലെജൻഡർ അല്ല, ഡിഫൻഡറൊക്കെ നിലവിൽ സെയിലിനുള്ളത് തന്നെയാണ്. അതായത് നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ. ഞാൻ എൻ്റെ വീഡിയോയിൽ എല്ലാ വീഡിയോയിലും പറയുന്നൊരു കാര്യമുണ്ട്. അതായത് നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ അത് ഏറ്റവും ക്വാളിറ്റിയുള്ള വണ്ടികൾ സാധാരണക്കാർക്കാണെങ്കിലും എടുക്കുന്ന ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതിരിക്കുക എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ നമ്മൾ തിരഞ്ഞു പിടിച്ച് വീഡിയോ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെയൊക്കെ നമ്മൾ വരുന്നത് കേട്ടോ. ക്വാളിറ്റിയുടെ കാര്യത്തിൽ 100-ൽ 100 ഒരു കുറ്റം പറയാനില്ല. ഇതൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാം ഏകദേശം പുതിയ മോഡലാണ്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ എന്തായാലും പിന്നെ ഈ ഒരു ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ നിലവിൽ ഇവിടെയുള്ള വണ്ടികളൊക്കെ വലിയ വണ്ടികളാണ്. താറ് അതുപോലെ തന്നെ ഫോർച്യൂണറും ഡിഫൻഡറൊക്കെ ഉള്ളൂ വിചാരിക്കും. പക്ഷെ അങ്ങനെയൊന്നുമല്ല. വളരെ ലോ ബഡ്ജറ്റിലുള്ള സാധാരണക്കാർക്ക് എടുക്കാൻ പറ്റുന്ന വണ്ടികൾ മുതൽ കുറച്ച് വലിയ വണ്ടികൾ വരെ ഇവിടെ അവൈലബിൾ ആണ്. ഈ വണ്ടികളും എല്ലാം കിട്ടും. ഇവരുടെ പേര് വരുന്നത് ലെഗോസിയ കാർസ് എന്നാണ്. ഇപ്പോൾ ലെഗോസിയ കാർസ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ പെരിന്തൽമണ്ണയാണ് കേട്ടോ. പെരിന്തൽമണ്ണ ടൗണിലേക്ക് എത്തുന്നതിന് 2 കിലോമീറ്റർ മുമ്പ് നമ്മുടെ പാലക്കാട് ബൈപ്പാസ് ഒരു റോഡാണ്. അപ്പോൾ കണ്ടുപിടിക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. മെയിനായിട്ട് പറഞ്ഞാൽ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം, മാക്സിമം വില കുറച്ചിട്ട് ക്വാളിറ്റിയുള്ള വണ്ടികൾ അടിപൊളി പ്രൈസിൽ. അപ്പോൾ എന്തായാലും നമ്മുടെ ലെഗോസിയ കാർസിൽ ഇന്ന് നമുക്ക് വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിട്ട് നമ്മുടെ അനസ്ബ്രോ ആണ്. അനസ്ബ്രോ, നമ്മളെന്തായാലും ആദ്യമായിട്ടാണ് വീഡിയോ എടുക്കുന്നത്. റോഡ് മാസ്റ്ററിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് എനിക്ക് മെയിനായിട്ട് അറിയേണ്ട ഒരു കേസ് എന്താ അറിയാം, വണ്ടീൻ്റെ കണ്ടീഷൻ എന്താ, അതാണ് അറിയേണ്ടത്. വണ്ടി ജെന്യൂൻ വണ്ടികളായിരിക്കും, സർവീസ് ഹിസ്റ്ററിയുള്ള വണ്ടികളായിരിക്കും, 0 ക്ലെയിം ആയിരിക്കും, സിംഗിൾ ഓൺ ആയിരിക്കും. എടുത്തുകൊണ്ട് പോകുന്ന ഒരാൾക്ക് ഒരു കുറ്റം ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവും. അതാണ് മെയിൻ സംഭവം. ഗ്യാരണ്ടി വാറണ്ടി എല്ലാം ഉള്ള വണ്ടികളായിരിക്കും. അതെ, പിന്നെ ഇതൊക്കെ പുതിയ മോഡൽ വണ്ടി നമുക്ക് കമ്പനി വാറണ്ടി തന്നെ ഉണ്ടാവുമല്ലോ അല്ലേ? കമ്പനി വാറണ്ടി ഉള്ള വണ്ടിയാണ് ഓൾമോസ്റ്റ്. അതെ, വണ്ടിന്റെ ക്വാളിറ്റി നോക്കിക്കോളുക. അപ്പൊ നമുക്ക് ഈ ഒരു നിലയിൽ നമുക്ക് പറഞ്ഞു തുടങ്ങിയാലോ? ഓക്കെ. ചെറുതും വലുതും എല്ലാം ഉണ്ടല്ലേ? എല്ലാം ഉണ്ട്. ബാക്കി നമുക്ക് കാണിച്ചു തരാം. ആദ്യത്തെ വണ്ടിന്റെ ബ്ലാക്ക് താറാണ്. ഇതേത്തെ മോഡൽ 2021 വണ്ടി 4x4 ഓട്ടോമാറ്റിക് ഡീസൽ. 4x4 ഓട്ടോമാറ്റിക് ഡീസൽ ആണല്ലേ? അടിപൊളി. 27,000 കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർ വണ്ടി. 27 ഓടിയിട്ടുള്ളൂ. യെസ്. 21 മോഡലിൽ ഈ 27,000 എന്നൊക്കെ പറഞ്ഞാൽ ജെനുവിൻ ആണോ? ജെനുവിൻ കിലോമീറ്റർ ആണ്. സർവീസ് ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. ഒരപാകതയില്ല. ഒരു റീപ്ലേസ്മെന്റും ഇല്ലല്ലോ? സീറോ ക്ലെയിം വണ്ടിയിൽ റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ? ഇല്ല ഒന്നുമില്ല അല്ലേ? മെയിനായിട്ട് പറയേണ്ടത് നല്ല വണ്ടിയുള്ള ഒരു ഷോറൂം കണ്ടീഷൻ വണ്ടി. അതെ. വിലയോ? നമുക്ക് 15,90 കൊടുക്കാം. 15,90 നെഗോഷ്യബിൾ ആവുമല്ലോ അല്ലേ? സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് വീഡിയോ എടുക്കുന്നുണ്ട്, ഓഫർ എന്തെങ്കിലും പറയും. നമുക്ക് ഫുൾ ടാങ്ക് ഫ്യൂലും കൊടുക്കാം. ഓക്കെ, എന്തായാലും ഫുൾ ടാങ്ക് എണ്ണ അടിച്ചു തരും. ഇവിടുന്ന് ഏത് വണ്ടി പർച്ചേസ് ചെയ്യുകയാണെങ്കിലും 15,90 നെഗോഷ്യബിൾ പ്രൈസ് ആണ് അല്ലേ? മാക്സിമം എനിക്ക് തോന്നുന്നു 12-13 ലോൺ സുഖമായിട്ട് കയറില്ലേ? അതെ. പ്രൊഫൈൽ ഡിപ്പെൻഡ് ചെയ്യും അല്ലേ? അതെ. ഓക്കെ, അതുപോലെ തന്നെ വെള്ളയാണെങ്കിലോ? 2024 വണ്ടിയാണ്. 24 കിലോമീറ്റർ 42,000 കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർ. 2027 വരെ കമ്പനി വാറണ്ടിയും കൂടി ഉള്ള വണ്ടിയാണ്. അടിപൊളി. അത് വൈറ്റ് കളറാണ് കേട്ടോ. അതായത് ഈ വൈറ്റ് 24 വന്നത് അല്ലേ? അതെ. എന്തെങ്കിലും അപകടം ഉണ്ടോ? ഇതിൽ 0 ക്ലെയിം ആണ്. അഡീഷണൽ ഫിറ്റിംഗ്സ് നമ്മൾ ഫേസർ ചെയ്തിട്ടുണ്ട്. ടയർ ഒന്ന് പുറത്തേക്ക് പ്രൊജക്ട് ചെയ്തിട്ടുണ്ട്. അതെ. ഫോഗ് ലാമ്പ്, പിന്നെ ഇന്റീരിയറിൽ ചെറിയ ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ. പിന്നെ എല്ലാത്തിനും ഇന്റീരിയർ കാണിക്കാത്തതുകൊണ്ട് നിങ്ങളൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണിച്ചു കൊടുക്കാം. അതെ. ഓക്കെ, ഇപ്പൊ 24 വണ്ടി 40 സംതിങ് ഓടിയത് കറക്റ്റ് ഹിസ്റ്ററിയുള്ള വണ്ടി. ഡീസൽ 4x4 ഓട്ടോമാറ്റിക്. എന്താ വില? നമുക്ക് 16,90 കൊടുക്കാം. 16,90. 24 വണ്ടിയാണ് ആലോചിക്കണം അല്ലേ? 24 വണ്ടി. അത് എന്തെങ്കിലും പ്രൈസ് നെഗോഷ്യബിൾ ആവൂലേ? സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. ലോണും മാക്സിമം ചെയ്യാം അല്ലേ? മാക്സിമം ലോണും ചെയ്ത് കൊടുക്കാം. 16,90 പറഞ്ഞത്? 16,90. ഓക്കെ, 24 വണ്ടിക്ക്. അതുപോലെ തന്നെ റെഡ് വണ്ടി ആണെങ്കിലോ? ഇനി ഇത് 2021 4x4 പെട്രോൾ മാനുവൽ ആണ്. 17,000 കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർ വണ്ടി. അത്രയ്ക്ക് ഓടിക്കുള്ളൂ, കാരണം മൈലേജ് കുറവല്ലേ? നമ്മൾ ലോ കിലോമീറ്റർ വണ്ടികൾ മാക്സിമം എടുക്കാറുള്ളൂ. അതെ. ഇത് നിങ്ങൾ മാക്സിമം ഒരു 10 കിലോമീറ്റർ ഒക്കെ മൈലേജ് പ്രതീക്ഷിച്ചാൽ മതി. അതിന്റെ മേലേക്കൊന്നും കിട്ടൂല. അതെ. വണ്ടി പക്ഷെ നല്ല സുഖമല്ലോ ഉപയോഗിക്കാൻ? നല്ല സുഖം. കംപ്ലൈന്റ് ഒന്നുമില്ലല്ലോ? 0 ക്ലെയിം ആണ്. കംപ്ലൈന്റ്സ് ഒന്നുമില്ല. ഹിസ്റ്ററിയും പക്കയാണ്. അടിപൊളി. എന്തായാലും നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. ഇതിനും അത്യാവശ്യം പൈസ കയറ്റിയ മുതലാണ്. ഹെഡ്ലൈറ്റ് അതുപോലെ മേലത്തെ റൂഫ് അത്യാവശ്യം ഒരു 1-1.5 രൂപയുടെ ഫിറ്റിംഗ്സ് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ട്. ശരി, ഇതിപ്പോ നമുക്ക് എന്താ വില?
ഇത് നമുക്ക് 12,40 കൊടുക്കാം. 12,40 കൊടുക്കാം അല്ലേ? അടിപൊളി. 12,40,000 രൂപയ്ക്ക് 4 വീല് മാനുവൽ പെട്രോൾ മാനുവൽ അടിപൊളി. ഇത് 2022. 12,40 എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഫുൾ ഓൺ തന്നെ കിട്ടൂലേ? ഫുൾ ഓൺ കിട്ടും അതില്. കിട്ടൂലേ? കസ്റ്റമറിന്റെ പ്രൊഫൈൽ ഡിപ്പെൻഡ് ചെയ്തില്ലേ? അതെ. ഓക്കെ, എന്നാലും നിങ്ങൾ മിസ് ചെയ്യണ്ട, നോക്കിക്കോളൂ. അതുപോലെ തന്നെ ഈ ഗ്രേ ആണെങ്കിലോ? ഗ്രേ കളർ 2022. ഇത് 4x4 ഡീസൽ മാനുവൽ ആണ്. 4x4 ഡീസൽ മാനുവൽ ആണ്. അത് അത്യാവശ്യം നല്ല അടിപൊളി സാധനം കേട്ടോ. മൈലേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. കിലോമീറ്റർ 35,000 കിലോമീറ്റർ ഓടി വണ്ടി. 21 35 ഓടിയുള്ളൂ അല്ലേ? 35,000. ഇത് 22 അല്ലേ? 22 വണ്ടി. 22, അതെ. 5ാം മാസം ഇറങ്ങി 22 വണ്ടി അല്ലേ? അതെ. നല്ല നീറ്റ് അല്ലേ? D2 വണ്ടിയാണ്. സിംഗിൾ ഓണർ. ഇതിലും അത്യാവശ്യം ഫിറ്റിംഗ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. സിംഗിൾ ഓണർ വണ്ടി. റീപ്ലേസ് ഒന്നുമില്ലല്ലോ? 0 ക്ലെയിം ആണ് വണ്ടി. ഓക്കെ, എന്താ വില? ഇത് നമുക്ക് 14,90 കൊടുക്കാം. 14,90 2022 വണ്ടി കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല വൃത്തിയുള്ള താറുകൾ ഇതാ 4 കിടപ്പുണ്ട്. ഏത് വേണേലും കോൺടാക്ട് ചെയ്തോ. ബ്രോ, ഞാൻ പറഞ്ഞു ഇന്റീരിയർ ഒന്നും ഞാൻ കാണിച്ചു കൊടുത്തില്ല. അപ്പോൾ ഫുൾ ഡീറ്റെയിൽസ് ഫോട്ടോസ് അയച്ചു കൊടുക്കണേ. അതെ. മാക്സിമം വണ്ടി ഉൾപ്പെടുത്താം. അതെ. അടിപൊളി. അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു ഫോർച്യൂണർ 2017 വണ്ടി. 17 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഈ ഷേപ്പില്. അതെ. പിന്നെ കിലോമീറ്റർ 1.56. ഇത് കേരള വണ്ടിയാണോ അതോ? കേരള വണ്ടി. തേർഡ് ഓണറാ. തേർഡ് ഓണറായി അല്ലേ? തട്ടുമുട്ട ആക്സിഡന്റ് ഇല്ല. ഒരു റീപ്ലേസും ഇല്ലോ? ക്ലെയിമോ റീപ്ലേസോ കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, കിലോമീറ്റർ ലൈറ്റ് ടച്ചിങ് ഉണ്ട്. അല്ല, ടച്ചിങ് പിന്നെ സ്ക്രാച്ചസ് സ്വാഭാവികമല്ലേ? അതെ. ബമ്പർ ടച്ചിങ് അങ്ങനെയൊക്കെ. ഇതിപ്പോ നമുക്ക് 17 വണ്ടി എന്താ വില? 17 വണ്ടി 27,90 കൊടുക്കാം. 27,90. അത് കേരള വണ്ടി ആയതുകൊണ്ടാ അല്ലേ? കേരള വണ്ടി. എന്തെങ്കിലുമൊക്കെ നെഗോഷ്യബിൾ ആവൂലേ? സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. ഇവിടെ വരുന്ന ഒരാളെ നിങ്ങൾ വിഷമിച്ച് വിടരുത്. ഇല്ല. മാക്സിമം കുറച്ച് കൊടുക്കാവുള്ളേ. ഇതാണെങ്കിലോ? ഇത് 2021 കേരള വണ്ടിയാണ്. സെക്കൻഡ് ഓണർ ആണ്. ഇതില് മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. മെയിൻ ഗ്ലാസ് മാറിയിട്ടുണ്ട്. അതായത് സിംഗിൾ ഓണറിൽ കേരള വണ്ടി, അതും ഈ ഷേപ്പിൽ വരുന്നത് അല്ലേ? അതെ. ബ്ലാക്ക് ആണ്, നല്ല നീറ്റ് വണ്ടി കേട്ടോ. ബ്ലാക്ക് അല്ല, ഇത് സ്പാർക്കിംഗ് ബ്ലൂ ആണ് കളറാണ്. ബ്ലൂ അല്ലേ? ഒരു ആംഗിൾ നോക്കുമ്പോൾ ബ്ലാക്ക് ആണ്. നല്ല വൃത്തിയുണ്ടോ വണ്ടി? ഒരാ ഭാഗത്തിലും ഉറപ്പല്ലേ? അതാ മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട് നമ്മൾ പറഞ്ഞല്ലോ. വേറെ ഒന്നുമില്ല. ഇല്ല. ഇത് കിലോമീറ്റർ എത്ര പറഞ്ഞെങ്കിൽ? 42,000 കിലോമീറ്റർ. ഡീസൽ അല്ലേ? ഡീസൽ. അടിപൊളി. 2 വീൽ ഓട്ടോമാറ്റിക്. വിലയോ? വില നമുക്ക് 38,000 രൂപ കൊടുക്കാം. 38,50,000 രൂപ. 50. അതും സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. അതെ. ഒരു 25 മേലേക്ക് ലോണും കയറും. ആ സെയിം സാധനം ഉടനെ ഉണ്ടല്ലോ. ഇതാണെങ്കിലോ? ഇത് 2021 2 വീൽ ഓട്ടോമാറ്റിക് 72,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ വണ്ടി. അതും പിന്നെ ആണോ കേരളയാണോ? കേരള വണ്ടി, സിംഗിൾ ഓണർ, 0 ക്ലെയിം. ഇതിന് പെയിന്റ് ടച്ചിങ്ങോ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല നീറ്റ് വണ്ടി, ജെന്യൂൻ വണ്ടി. KL 51 രജിസ്ട്രേഷൻ, സിംഗിൾ ഡിജിറ്റ് നമ്പർ. ആലോചിക്കണം, ഇത് 2021 മോഡലാണ് കേട്ടോ. പിന്നെ കിലോമീറ്റർ 72,000 കിലോമീറ്റർ. 72 ജെന്യൂൻ കിലോമീറ്റർ. കറക്റ്റ് സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഇതിപ്പോ നമുക്ക് എന്താ വില? ഈ വണ്ടി നമുക്ക് 38,65 കൊടുക്കാം. 38,65,000 രൂപ. അത് കുറയാനുണ്ടല്ലോ അല്ലേ? അതെ. ഓക്കെ, നിങ്ങളൊന്ന് കോൺടാക്ട്. എല്ലാ വണ്ടികളും ചെറിയൊരു നെഗോസിയേഷൻ വരും. അതെ, നമ്മൾ ഇതിന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. വരിക, വന്ന് വണ്ടി കാണാൻ ഇഷ്ടപ്പെട്ടാൽ അല്ലേ? മാക്സിമം ഫുൾ വണ്ടിയുടെ കാര്യത്തിൽ 100% ഗ്യാരണ്ടി. അതാണ് അറിയേണ്ടത്. ക്വാളിറ്റിയുള്ള വണ്ടികൾ വേണമെങ്കിൽ എന്തായാലും ഇത് മിസ് ചെയ്യണ്ട കേട്ടോ. ശരിക്കും ഒരു വാഹനത്തെ സ്നേഹിക്കുന്ന ഒരാൾ ഈ ഒരു വാഹനം കണ്ടാൽ ഇതൊന്നും നോക്കാതെ പോകില്ല അല്ലേ? തീർച്ചയായും. ലാൻഡ് റോഡ് ഡിഫൻഡർ ആണ്. ഡിഫൻഡറിൽ ഇത് വേറെ ലെവൽ സാധനം, പുതുപുത്തൻ സാധനം കേട്ടോ. 3 ലിറ്റർ HC 2023-24 രജിസ്റ്റർ. 23-24 വണ്ടി. നിലവിൽ പോണ്ടിച്ചേരിയാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോ ഈ കണ്ടീഷനിൽ തരും, അല്ലെങ്കിൽ പോണ്ടിച്ചേരി തന്നെ നമുക്ക് വേണമെങ്കിൽ അവർക്ക് രജിസ്റ്റർ കൊടുക്കും. അവിടെ അഡ്രസ്സിൽ ചെയ്ത് കൊടുക്കാം അല്ലേ? കേരളത്തിലേക്ക് പേപ്പർ ആക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നു നല്ലൊരു പൈസ വേണം അല്ലേ? അതെ. ഡീസൽ വേരിയന്റ് ആണ്. കിലോമീറ്ററോ? 35,000 കിലോമീറ്റർ ഓടി. 35 ഓടിയുള്ളൂ. ഇതിൽ എന്തെങ്കിലും അപാകതയായിട്ട് പറയാനുണ്ടോ? അപാകതയൊന്നുമില്ല. അഡീഷണൽ ഫിറ്റിംഗ്സ് ഉണ്ട് വണ്ടിയിൽ. അതെ അല്ലേ? അതായത് അഡീഷണൽ ഫിറ്റിംഗ്സ് എന്ന് പറഞ്ഞാല് ഈ ബോക്സും പിന്നെ അപ്പുറത്തുള്ള 15 ലക്ഷം രൂപയുടെ ആക്സസറീസ് ഉണ്ടാവും. എല്ലാം കൂടി നല്ലൊരു പൈസ വരും അല്ലേ? അതെ. ഇത് 1 ടൺ ആണെന്ന് ഞാൻ പറഞ്ഞു. 1 ടൺ ആകുമ്പോൾ ഒരു ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിക്ക് നല്ല നീളാട്ടോ. കണ്ടോ, അടിപൊളി സാധനം കേട്ടോ. പിന്നെ 7 സീറ്ററും കൂടിയാണ് വണ്ടി. അതെ, 7 സീറ്റർ ആണ്. ഇതിന്റെ ഇന്റീരിയർ ഒക്കെ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. ഇന്റീരിയർ ഒക്കെ മുതൽ സാധനം കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും ഒന്നല്ലെങ്കിൽ ഇത്രയും പൈസേൻ്റെ സാധനമല്ലേ അല്ലേ? പക്ഷെ പറയുമ്പോൾ ഒരു സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ വളരെ മിനിമലായിട്ടുള്ള സാധനങ്ങൾ ഇതിൻ്റെ അകത്തുള്ളൂ. എവിടെ നോക്കിയാലും ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. അതൊക്കെ ഒരുപാട് സ്പേസിൻ്റെ ഒക്കെ സ്ഥലങ്ങളാണ്. നല്ല വിശാലമായിട്ടിരുന്ന് രാജകീയമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ വണ്ടി. നമ്മളല്ലേ, അപ്പോൾ സാധാരണ നമ്മൾ ഇതിന് മുമ്പ് കണ്ടിട്ടുള്ള വണ്ടികളൊക്കെ ഒരുപാട് സ്വിച്ചുകൾ ഉണ്ടാവും. ഇതിൻ്റെ അകത്ത് അതൊന്നുമില്ല. വളരെ മിനിമലായിട്ടുള്ള സംഭവങ്ങൾ അല്ലേ? അതെ. മിനിമലാണെങ്കിലും പവർഫുൾ ആണ്. ഇതിപ്പോൾ പുതിയതിന് ഓൺറോഡ് എന്ത് വിലയുണ്ട്? 2 കോടി രൂപയുടെ വിലയുണ്ട്. 2 കോടിയുടെ നിയറസ്റ്റ് വരും വണ്ടി. അത്രയും വരും അല്ലേ? ശരി. പിന്നെ ഫിറ്റിംഗ്സ് ഒക്കെ വരുമ്പോൾ 2ന്റെ പുറം ചാടും, പുറത്ത് വരും. ഒരു 5 ലക്ഷം രൂപ എന്തായാലും ഫിറ്റിംഗ്സ് വരില്ലേ? 15 ലക്ഷം രൂപയാണ് കസ്റ്റമർ പറഞ്ഞത്. 15 ലക്ഷം രൂപ മേടിച്ചു വെക്കേണ്ട വില. അതെ. ഒരു ചെറുവണ്ടി വാങ്ങേണ്ട പൈസ ഫിറ്റിംഗ്സ് തന്നെ. ചെറുവണ്ടി 3 എണ്ണം വാങ്ങേണ്ട പൈസ. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും
ഇതിന് ആ ഒരു ആഠ്യത്വം ഉണ്ടല്ലോ, പിന്നെ കുറയൂല. 100%. അതെ, ഒരു അപാകതയില്ലെന്ന് ഉറപ്പ്. 100% ജെന്യൂൻ ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്, 0 ക്ലെയിം ആണ്. ഇതിപ്പോ നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? പ്രൈസാണ് കേൾക്കേണ്ടത്. 1.45 കൊടുക്കുക. അതായത് 1.45 പറഞ്ഞാൽ 155 അല്ല, 1,45 ലക്ഷം രൂപയാണ് ഇതിനിപ്പോ ആസ്കിംഗ് പ്രൈസ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിന്റെ ഒരു മാർക്കറ്റ് എനിക്ക് അറിയില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ആർക്കെങ്കിലും ഇതൊക്കെ എടുക്കാനുള്ള ഒരു ഐഡിയ ഉണ്ടെങ്കിൽ 1,45 ലക്ഷം എടുക്കാൻ ഐഡിയ ഇല്ല, ഇതിന്റെ മാർക്കറ്റ് സ്റ്റഡി ആയിരിക്കും. ആർക്കും അപ്പൊ അവർക്ക് അറിയാൻ പറ്റും. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്തത്, ഞാൻ നമ്പർ വെച്ചിട്ടുണ്ട്, അനസ്പുറനെ കോൺടാക്ട് ചെയ്താൽ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കുക അല്ലേ? അതെ അതെ, ഫോട്ടോ ഡീറ്റെയിലും ഒക്കെ കൊടുക്കാം. ഇനി എന്ത് ആവശ്യം ഉണ്ടെങ്കിലും വന്നാൽ മതി. ഈ പറഞ്ഞ പോലെ അല്ലേ, റേറ്റിൽ നെഗോസിയേഷൻ ആണെങ്കിലും റേറ്റ് കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ ഇതൊന്നും പറയുന്നില്ല. ബാക്കി നിങ്ങൾ വന്ന് സംസാരിച്ചോളൂ അല്ലേ? ഓക്കെ, കിടിലം വണ്ടി കേട്ടോ, എന്നാലും മിസ് ചെയ്യണ്ട. അപ്പോൾ എന്നാലും നമ്മുടെ ലെഗോസിയ കാർസിൽ നമ്മൾ പുറത്ത് കിടന്ന കുറേ താറും അതും ഇതൊക്കെ കണ്ടു അല്ലേ? അപ്പോൾ ഇതാ വേറെ കുറച്ച് വണ്ടികളിലൂടെ അകത്ത് കിടപ്പുണ്ട്. അത്യാവശ്യം പ്രീമിയം കാറ്റഗറിയിലൊക്കെ വരുന്ന നല്ല കിടിലൻ സാധനങ്ങൾ കിടപ്പുണ്ട്. ഓടി നോക്കിയ A4 ആണ്, പുത്തൻ സാധനമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് XUV 300 ഒന്ന് തുടങ്ങാം അല്ലേ? അതെ. ഇതിപ്പോ ഏതാ മോഡൽ? XUV 2023 മോഡല്. 23 ഡീസലാ? ഡീസൽ 26,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ വണ്ടി. ഓട്ടോമാറ്റിക് അല്ല, മാനുവൽ അല്ലേ? മാനുവൽ. ഓക്കെ, 2023 ഡീസലിൽ വളരെ വളരെ ലോ കിലോമീറ്റർ ഓടിയ നല്ല ക്ലീൻ പീസ് വണ്ടി. ഇത് W6 ആണെന്ന് തോന്നുന്നു അല്ലേ? ഇത് ഫുൾ ഓപ്ഷൻ അല്ല, ഏകദേശം ഒരു മിഡിൽ ഓപ്ഷൻ ആയിട്ട് വരും. പക്ഷേ ഒട്ടുമിക്ക ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടല്ലേ? ഫുൾ ഓപ്ഷന്റെ ഓൾമോസ്റ്റ് ഫീച്ചേഴ്സ് ഇതിലുണ്ട്. അലോയില് ബട്ടൺ സെറ്റ് ഒന്നും ഇല്ലാന്നേ ഉള്ളൂ. പിന്നെ വേറെ സൺറൂഫ് വരുന്നുണ്ട്. 23 സൺറൂഫ് വരുന്നുണ്ട് അല്ലേ? W6 വേരിയന്റ് ആണ്. അതെ, W6 ആണ്, മോശമൊന്നുമില്ല. ഇത് 26,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ വണ്ടി. പറഞ്ഞില്ല 18 മോഡൽ 26,000 അല്ല, ഇത് 23 മോഡൽ അല്ലേ? 23 മോഡൽ 26,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ വണ്ടി. കൺഫ്യൂഷൻ ആയി പോയില്ലേ? വില പറയും. നമുക്ക് 895 കൊടുക്കാം. 895 അല്ലെങ്കിൽ 23 ഡീസൽ 2028 വരെ വാറണ്ടി കൂടി ഉള്ള വണ്ടി. അടിപൊളി. അപ്പം എന്തായാലും നിങ്ങൾ മിസ് ചെയ്യണ്ട കേട്ടോ, നല്ല ക്വാളിറ്റി ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ നല്ല അടിപൊളി ഒരു GL ഉണ്ട് അല്ലേ? GLE 250 ഫോർമാറ്റിക്. 250 അല്ലേ? ഫോർമാറ്റിക് എന്ന് പറയുമ്പോൾ 4 വീൽ ഡ്രൈവ് വരുന്ന വണ്ടിയാണ്. അതെ, ഇത് ആസാം രജിസ്ട്രേഷൻ ആണ്. റീ ആണല്ലേ? റീ ചെയ്തിട്ടില്ല, നിലവിൽ ആസാമിലാണ് ഉള്ളത്. NOC എടുത്തു കൊടുക്കാം. NOC എടുത്തു കൊടുക്കാം. വേണേ പേപ്പർ 2018-19 രജിസ്ട്രേഷൻ വണ്ടി. 18-19 പുതിയ വണ്ടിയല്ലേ? 74,000 കിലോമീറ്റർ പുതിയ വണ്ടിയാ. 74,000 കിലോമീറ്റർ ഓടിയ ജെന്യൂൻ ഹിസ്റ്ററി ഉള്ള വണ്ടിയാ. അതെ അല്ലേ? പക്ഷേ ഇത് കാണുമ്പോൾ തന്നെ കേട്ടോ, വണ്ടി നീറ്റ്നെസ് കണ്ടാൽ അറിയാം. ഇന്റീരിയർ ഒക്കെ അത്യാവശ്യം നല്ല ക്ലീൻ ആണ്. സീറ്റ് കവർ കാര്യങ്ങളൊന്നും ഒരു പോറൽ പോലും ഇല്ല. പിന്നെ ഇത് ഫുൾ ഓപ്ഷൻ വണ്ടി ആയിരിക്കും അല്ലേ? ഇതിന്റെ ഫുൾ ഓപ്ഷൻ വണ്ടി. കൊള്ളാട്ടോ. 4 പുത്തൻ ടയറാണല്ലോ ഓൾമോസ്റ്റ്. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? ഇല്ല, മേജർ ആക്സിഡന്റോ ക്ലെയിമോ കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, ഇതിപ്പോ നമുക്ക് NOC നമ്മളിപ്പോ വില പറയുന്നത്? അതെ. എത്രയ്ക്ക് കൊടുക്കും? 34 ലക്ഷം രൂപ കൊടുക്കാം. NOC 34 ലക്ഷം രൂപ. പേപ്പർ ആക്കാൻ ഒരു 6 ലക്ഷം രൂപ വേണ്ടി വരും. അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ചെയ്തോളൂ അല്ലേ? NOC പ്രൈസ് ആണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ നല്ല 2018 ടിഗ്വാൻ എന്ന് പറയുന്നത് നമ്മുടെ ടൈഗറിന്റെ ചേട്ടനാ അല്ലേ? അതെ. ഓക്കെ, DSG 7 സ്പീഡ്. ഡീസലില് DSG-ല് 7 സ്പീഡ് വരുന്നത്. അടിപൊളി കേട്ടോ. അതായത് ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ 2 ലിറ്റർ എഞ്ചിനാ വരിക. നല്ല പവർഫുൾ സാധനം അല്ലേ? ഹൈലൈന് അന്നത്തെ ടോപ്പ് വേരിയന്റ്. അതെനിക്ക് തോന്നുന്നു നമ്മുടെ മറ്റേ Q3-ലൊക്കെ വരുന്ന സെയിം കാര്യങ്ങളൊക്കെ ഒരേ പ്ലാറ്റ്ഫോമാണ് വരുന്ന വണ്ടി. 66,000 കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർ വണ്ടി. 66 ജെനുവിൻ ആയിരിക്കും അല്ലേ? ജെനുവിൻ കിലോമീറ്റർ സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഹൈലൈൻ ആണ്, സൺറൂഫ് അല്ല, ഫുൾ ആയിട്ട് വരുന്നുണ്ട്. പനോറമിക് വരും. റീപ്ലേസ് മേജർ ആക്സിഡന്റ് ഒന്നും ഇല്ലല്ലോ? മേജർ ആക്സിഡന്റോ ക്ലെയിമോ കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, 66,000 കിലോമീറ്റർ ഓടി 2 ലിറ്ററിൽ DSG ഗിയർ ബോക്സ് വരുന്ന ഓട്ടോമാറ്റിക് വണ്ടി. എന്താ വില? 20,000 രൂപ കൊടുക്കാം. 20,50,000 രൂപ. പുതിയ എനിക്ക് തോന്നുന്നു 34-35 ഉറുപ്പിക ഇറങ്ങി 40 ലക്ഷം രൂപ എടുത്തു തരും. ഓൾമോസ്റ്റ് വന്നിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പം എന്തായാലും ഫോഴ്സ് വാഗൺ ആണ്, ക്വാളിറ്റി ഉണ്ടാവും. ജർമ്മന്റെ ഒരു വില അതിന് വരൂലേ? അതെ. ഓക്കെ, അടുത്തത് സെൽട്ടോസ് ആണ്. സെൽട്ടോസ് ഏതാ മോഡൽ? ഡീസലാ? 2021 HTK ഡീസൽ മാനുവൽ അല്ലേ? അടിപൊളിയായിട്ട്. ഇന്റീരിയർ ഒക്കെ ഇതും 63,000 കിലോമീറ്റർ ഓടിയാ. 63 ഓടിയുള്ളൂ. 20 മേലെ മൈലേജ് കിട്ടും. HTK എന്ന് പറയുമ്പോൾ മിഡിൽ ഓപ്ഷൻ ആണ്. മിഡിൽ ഓപ്ഷൻ ആണെന്ന് പറഞ്ഞാൽ പോലും എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് അല്ലേ? അതെ. ഇതിൽ ബട്ടൺ സ്റ്റാർട്ട് ഒഴികെ ബാക്കി എല്ലാം ഉണ്ട്. അലോയിലും ഇല്ല കേട്ടോ? അലോയിലും ഉണ്ടാവില്ല. പക്ഷെ വണ്ടി നല്ല ക്ലീൻ ആണ്. ഈ കിലോമീറ്റർ ജെനുവിൻ അല്ലേ ബ്രോ? ജെനുവിൻ കിലോമീറ്റർ സർവീസ് ഹിസ്റ്ററിയിലെ വണ്ടിയാണ്. സിംഗിൾ ഓണർ അല്ലേ? സെക്കൻഡ് ഓണർ. ഓക്കെ, അപ്പം എന്തായാലും മോശമൊന്നുമില്ല. ആർക്കെങ്കിലും വേണേൽ നോക്കിയോ. ഡീസൽ ആയതുകൊണ്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റും. എന്താ വില? 10,90 കൊടുക്കാം. 10,90 കൊടുക്കാം. മോഡൽ എന്ന് പറഞ്ഞാൽ 2021 വണ്ടി അല്ലേ? 10,90 നല്ല കിലോമീറ്റർ പ്രൈസ് ആണല്ലോ അല്ലേ? അടിപൊളി പ്രൈസ് ആണ്. അത് നിങ്ങൾ മിസ് ചെയ്യണ്ട, നോക്കിക്കോ. അതുപോലെ തന്നെ സിറ്റി ഓട്ടോമാറ്റിക് അല്ലേ? ഓട്ടോമാറ്റിക് 2022 മോഡലാണ്. അതായത് ലാസ്റ്റ് വന്ന ഷേപ്പിൽ വന്ന ഓട്ടോമാറ്റിക്കിൽ വരുന്ന വണ്ടിയാണ്. 5th ജനറേഷൻ. CVT വരും. പെട്രോൾ ഓട്ടോമാറ്റിക്. അതെ അല്ല, ഗിയർ ബോക്സ് CVT അല്ലേ വരിക? അതെ. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. ശരി, 21 മോഡലാണ്. കമ്പനി വാറണ്ടിയുള്ള വണ്ടിയാണ്. അതെ അല്ലേ? എന്താ വില? നമുക്ക് 11,90 കൊടുക്കാം. ഇത് പിന്നെ വേരിയന്റ് എന്താ പറഞ്ഞാൽ ZX ആണോ VX ആണോ? VX ആണോ V ആണോ? V ആണ്. അതായത് മിഡിൽ ഓപ്ഷൻ അല്ലേ? അതെ. അതിന്റെ മേലെ പിന്നെ VX ഉം പിന്നെ ZX തൊട്ടാണ് സൺറൂഫ് കൊടുക്കുന്നത്. അതെ. വണ്ടി എന്തായാലും മോശമൊന്നുമില്ല. 22 മോഡലാണ്. അലോയിലും കാര്യങ്ങളൊക്കെ വരും. നല്ല 4 പുത്തൻ ടയറും ഉണ്ട്. 28,000 കിലോമീറ്റർ. അപ്പോൾ കമ്പനി ടയർ തന്നെ ആയിരിക്കും അല്ലേ? അതെ. ഓക്കെ, എന്തായാലും നോക്കിക്കോളൂ. ആർക്കെങ്കിലും വേണമെങ്കിൽ ക്വാളിറ്റി ഉള്ള വണ്ടി 11,90.
ഈ പറഞ്ഞ പ്രൈസ് ഒക്കെ നെഗോഷ്യബിൾ ആണ്. അതുപോലെ തന്നെ മാക്സിമം ലോൺ ആയിട്ട് കൊടുക്കും നിങ്ങൾ? മാക്സിമം ലോൺ വരും. അടിപൊളി. അതുപോലെ തന്നെ ഞങ്ങൾ കാണിച്ചു തന്ന ആദ്യം കാണിച്ചത് നമ്മുടെ ഓഡിയാണ്. ഓഡി A4-ന്റെ ഏറ്റവും ടോപ്പിൻ്റെ വണ്ടി അല്ലേ? എസ് ലൈൻ ആണ്. അതിന് പുറമെ ഇത് ന്യൂ ഷേപ്പ് വണ്ടി, നല്ല അടിപൊളി ലുക്കാട്ടോ ഇത് കാണാൻ. ഇതിപ്പോ രജിസ്ട്രേഷൻ ആണ് വണ്ടി. തമിഴ്നാടല്ലേ? പക്ഷെ അത് വലിയ കുഴപ്പമൊന്നുമില്ല അല്ലേ, നമുക്ക് ഉപയോഗിക്കാനൊക്കെ പറ്റും. ഇവിടെ പേപ്പർ ആക്കിയില്ലെങ്കിലും ഉപയോഗിക്കാം. ഇത് A4-ലെ മോഡൽ ഏതാ പറഞ്ഞത്? 2018-19 രജിസ്റ്റർ. 18-19 ഏറ്റവും ലാസ്റ്റ് വന്ന ഫേസിൽ വന്ന വണ്ടിയാണ്. 35 TDI ആണ്. ഇന്റീരിയർ ഒന്ന് കാണിച്ചാൽ കേട്ടോ. ഇതിൻ്റെ ഇന്റീരിയർ അടിപൊളിയാണ്. ഫസ്റ്റ് ഞാൻ കണ്ടപ്പോൾ ഞാൻ A6 ആണെന്ന് ഓർത്തു. ശരിക്കും പഴയ A6-ന്റെ വലിപ്പമായി A4-ന് അല്ലേ? A4-ന് നല്ല ലിഫ്റ്റ് വന്നപ്പോൾ വണ്ടി ഒന്നുകൂടി ക്യൂട്ടായി. അതെ, ഭയങ്കരമായിട്ട് ക്യൂട്ടായി. നല്ല അടിപൊളി സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കിലോമീറ്റർ എത്രയാ? 74,000 കിലോമീറ്റർ. വലിയൊരു ഓട്ടം ഒന്നും പറയാനില്ല. ഇല്ല, ആവറേജ് ഓട്ടം. അതെ. പിന്നെ റീപ്ലേസോ ആക്സിഡന്റ് ഒന്നുമില്ല? ആക്സിഡന്റോ ക്ലെയിമോ റീപ്ലേസോ ഒന്നുമില്ല. ജെന്യൂൻ സർവീസും ഉണ്ട് വണ്ടിക്ക്. ശരി. ഇതിപ്പോ നമുക്ക് വിലയാണെങ്കിലോ? 20 ലക്ഷം രൂപ കൊടുക്കാം നമുക്ക്. അതായത് ഈ കണ്ടീഷനിൽ NOC അല്ലേ? അതെ, NOC വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ തമിഴ്നാട്ടിലേക്ക് അവിടെ പേപ്പർ ആക്കി ഉപയോഗിക്കുക അല്ലേ? അതെ. ഓക്കെ. അപ്പം എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ. ഇപ്പൊ കേരളത്തിലേക്കൊക്കെ പേപ്പർ ആക്കണമെങ്കിൽ 5-8 ലക്ഷം രൂപ വേണം. അതെ. അപ്പൊ അതൊന്നും നോക്കണ്ട, തമിഴ്നാട്ടിൽ ഉപയോഗിച്ചാൽ മതി അല്ലേ? ഓക്കെ. അപ്പം എന്തായാലും ഒന്ന് വിളിച്ചാൽ മതി. 20,50,000 രൂപയ്ക്ക്. അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു 2019 C ക്ലാസ്. 19 C ക്ലാസ് അല്ലേ? അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ്. അതും ന്യൂ ഷേപ്പ് വരുന്ന വണ്ടിയാണ് കേട്ടോ. 19 രണ്ടാമത് വന്ന ഫേസ് ലിഫ്റ്റ് വന്ന വണ്ടിയാണ്. നല്ല ഇന്റീരിയർ, ഒരു പോറൽ പോലും ഇല്ല, ഒരു പൊടി പോലും ഇല്ല കേട്ടോ. ഒരു ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഇല്ലല്ലോ അല്ലേ? ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. സർവീസും ജെന്യൂൻ ഉണ്ട്, സർവീസ് ഹിസ്റ്ററി ഉണ്ട് നമ്മുടെ കയ്യിൽ. അതായത് ഇതിന്റെ 11-ാം മാസം 19-ാം വർഷം ഇറങ്ങിയ വണ്ടിയാണ് അല്ലേ? ലാസ്റ്റ് വണ്ടിയാണ്. വണ്ടി C ക്ലാസ്സിൽ C220 പ്രോഗ്രസീവ്. അതെ അല്ലേ? 79,000 കിലോമീറ്ററുടെ സെക്കൻഡ് ഓണർ വണ്ടി. അതെ അല്ലേ? മോശമൊന്നുമില്ല. കേരള വണ്ടി തന്നെയല്ലേ? കേരള വണ്ടി. ഇത് നമുക്ക് എന്താ വില? 33 ലക്ഷം രൂപ കൊടുക്കാം. 13 ലക്ഷം രൂപയ്ക്കോ? 33 ലക്ഷം രൂപ. 13 പറഞ്ഞപ്പോ ഞാൻ ഞെട്ടിപ്പോയി. അതർ സ്റ്റേറ്റ് വണ്ടി കൂടി 13 10 വരെ ഇരുന്ന് കടം മേടിച്ചാണ് ഞാൻ ഇപ്പൊ കൊണ്ടുപോകുന്നത്. 33 ലക്ഷം രൂപയ്ക്ക് അല്ലേ? 33 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് 19 മോഡൽ C ക്ലാസ് എടുക്കാം. നല്ല ക്ലീൻ പീസ് വണ്ടി കേട്ടോ. ഒരാ ഭാഗത്തിലൊന്നും ഉറപ്പൊന്നുമില്ല, ഗ്യാരണ്ടി കൊടുക്കാം അല്ലേ? 100%. ഓക്കെ. അപ്പം എന്തായാലും ഈ കാണിച്ച വണ്ടികളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. അതുപോലെ തന്നെ നമ്പർ വെച്ചിട്ടുണ്ട്. ഏത് വണ്ടിന്റെ ഫുൾ ഡീറ്റെയിൽസ് വേണമെങ്കിൽ അയച്ചു കൊടുക്കുക നിങ്ങൾ. ഫോട്ടോ വീഡിയോ എല്ലാം അയച്ചു കൊടുക്കാം. അതെ. അപ്പം എന്തായാലും നമ്മുടെ ലെഗോസിയ കാർസിൽ ഈ ഒരു എപ്പിസോഡിലെ അവസാന ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ 2 വണ്ടി കൂടി കാണിച്ചാൽ അവസാനിപ്പിക്കാം അല്ലേ? അതെ. ഒരു ഷിയാസും ഒരു സെൽറ്റോസും. സിയാസ് ആണ്. സിയാസ് ഡീസൽ അല്ലേ? ഡീസൽ ZDI ആണ്. ZDI പ്ലസ് ഉണ്ട്. പ്ലസ് ഉണ്ട് മാത്രം, പ്ലസ് ഇല്ല. അതിനകത്ത് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട് അല്ലേ? പുഷ് ബട്ടൺ വരും. അലോയിൽ വരും. അതെ 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 അതെ. അത്യാവശ്യം നല്ല നീറ്റ് ആണ്. കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? 60,000 കിലോമീറ്ററുടെ സിംഗിൾ ഓണർ വണ്ടി. 60 ഓടിയിട്ടുള്ളൂ. നല്ല ലോ കിലോമീറ്റർ ആണല്ലോ. ലോ കിലോമീറ്റർ ആണ്. സർവീസ് ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. നമ്മൾ പറഞ്ഞേ 2016 അല്ലേ? 16 60 ഒക്കെ അങ്ങ് അറ്റം ലോ കിലോമീറ്റർ അല്ലേ? അതെ. റീപ്ലേസ് ഒന്നും ഇല്ല ഉറപ്പല്ലേ? റീപ്ലേസ് ഇല്ല. ചെറിയ ക്ലെയിമുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഉണ്ട്. നോർമൽ അല്ലേ? നമ്മൾ ഈ പറയുന്ന മേജർ ആക്സിഡന്റോ ക്ലെയിമോ കാര്യങ്ങളൊന്നും ഒന്നുമില്ല അല്ലേ? ശരി. 16 വണ്ടി നമുക്ക് എന്താ വില? നമുക്ക് 660 കൊടുക്കാം. 660 അല്ലേ? അത് കുറെ ഉണ്ടാവുമല്ലോ അല്ലേ? കൊടുക്കാം. ഓക്കെ. അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ. അത്യാവശ്യം നല്ല നീറ്റ് വണ്ടി. അതുപോലെ തന്നെ കിയ സെൽറ്റോസ് 2022. അതായത് എക്സ്ലൈൻ ആണ്. എക്സ്ലൈൻ ആണ് ഒരു മാറ്റ് ഫിനിഷ് ആണ് വണ്ടി വരിക. അത് മാത്രമല്ല ഏറ്റവും ഫീച്ചേഴ്സ് ഉള്ള ടോപ്പ് എൻഡ് മോഡൽ. GT ലൈനിന്റെ മേലെ വരുന്നത്. അതെ. അതായത് GT ലൈൻ എന്ന് പറയുമ്പോൾ പെട്രോളേ ഉണ്ടാവുള്ളൂ. അല്ല, ഡീസലുണ്ട്. ഓക്കെ. ഇതും ഡീസൽ അല്ലേ? ഇപ്പൊ ഇതും ഡീസലാണ്. ഡീസൽ ഓട്ടോമാറ്റിക് അല്ലേ? ഇതിന്റെ പ്രത്യേക ഒരു മാറ്റ് ഫിനിഷ് ആണ് വണ്ടി വരിക. ഇന്റീരിയറും ഒക്കെ മാറും, എക്സ്റ്റീരിയറും ഒക്കെ മാറും. ശരി. ഇതിൽ സീറ്റ് വെന്റിലേഷൻ മുതൽ എന്തൊക്കെ വേണോ അതെല്ലാം ഉണ്ടല്ലേ? കിയ സെൽറ്റോസിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് കൊടുക്കുന്നുണ്ടോ അത് മൊത്തം എക്സ്ലൈനിലുണ്ട്. അതെ. നല്ല അടിപൊളി ഇന്റീരിയർ എക്സ്റ്റീരിയർ, ഒന്നും കുറ്റം പറയാനില്ല. കിലോമീറ്റർ 37,000 കിലോമീറ്റർ. ഓൾമോസ്റ്റ് ഒരു 20 അടുത്ത് കിട്ടുന്ന ഓട്ടോമാറ്റിക് വണ്ടി അല്ലേ? അതെ. നല്ല ക്ലീൻ ആട്ടോ. പിന്നെ ഇതിന്റെ പ്രശ്നം പറഞ്ഞാൽ വൃത്തിയായിട്ട് കൊണ്ടുനടക്കണം. അതെ. ഒരു മാറ്റ് ഫിനിഷ് ആകുമ്പോൾ എപ്പോഴും ആയിരിക്കണം. അതെ അതെ. ശരി. അപ്പം എന്തായാലും 22 മോഡല് 30 സംതിങ് ഓടിയ ഡീസലില് ഓട്ടോമാറ്റിക് ഏറ്റവും ടോപ്പ് വണ്ടിന്റെ വിലയോ 17.25 രൂപ കൊടുക്കാം. 17.25. പുതിയ എനിക്ക് തോന്നുന്നു 28 രൂപ വില വരുന്നില്ലേ? ഇപ്പൊ 25 രൂപ 25ന്റെ മേലെ പോകും. അതെ. ഇപ്പൊ GST ഒക്കെ കുറവുണ്ട്. വരിക, വന്നിട്ട് സംസാരിക്കുക, വില കുറയുമല്ലോ അല്ലേ? വില എന്തെങ്കിലുമൊക്കെ കുറച്ച് കൊടുക്കാം. മാക്സിമം പറ്റുമ്പോൾ ചെയ്ത് കൊടുക്കണം. അതെ. ഓക്കെ. അപ്പം എന്തായാലും നോക്കിക്കോളൂ. അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടിയാണ് കേട്ടോ. അപ്പം എന്തായാലും നമ്മുടെ ലെഗോസിയ കാർസിൽ ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള വണ്ടികളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ വില കുറഞ്ഞ വണ്ടി മുതൽ ഏറ്റവും ടോപ്പ് എൻഡ് സാധനം, അതെ, ചെറിയ ലക്ഷങ്ങൾ മുതൽ കോടികൾ വരെ ഉണ്ട്. അത് നിങ്ങൾ നോക്കിയെടുത്തോ. നിങ്ങൾക്ക് അതാണ് വേണ്ടതെന്ന് വെച്ചാൽ ഇവിടുത്തെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ക്വാളിറ്റി ആണല്ലേ വണ്ടീൻ്റെ.
ഹൈ ക്വാളിറ്റി വണ്ടിയാണ്, സർവീസ് ഹിസ്റ്ററിയുള്ള വണ്ടിയായിരിക്കും. മാക്സിമം നമ്മൾ സിംഗിൾ ഓണർ വണ്ടി മാത്രമേ പർച്ചേസ് ചെയ്യാറുള്ളൂ, റീപ്ലേസ് ഉള്ള വണ്ടികൾ പർച്ചേസ് ചെയ്യാറില്ല. ഞാൻ എന്റെ വീഡിയോ എല്ലാവരോടും പറയുന്ന ഒരു കേസുണ്ട്, 10,000 രൂപ കൂടുതലാണെങ്കിലും നോക്കണ്ട, നല്ല വണ്ടി എടുക്കും. അതെ അല്ലേ, പിന്നെ പണിയിട്ടുള്ളൂ. അതല്ല പിന്നീട് ഇവർക്ക് റീസെയിലിംഗ് സമയത്തും ആ വാല്യൂ കിട്ടും. അതാണ്. അപ്പൊ എന്തായാലും നിങ്ങൾ നേരെ വന്നോളുക, നമ്പറൊക്കെ വെച്ചിട്ടുണ്ട്. ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഞാൻ വീണ്ടും പറയുന്നു, ഒരു ടെൻഷനും വേണ്ട. നമ്മൾ ഏത് വണ്ടിയാണെങ്കിലും അവർക്ക് കമ്പനി കൊണ്ടുപോയി ചെക്ക് ചെയ്ത് എല്ലാ സൗകര്യവും കൊടുക്കും. എല്ലാ സൗകര്യം ഉണ്ട്. റേറ്റിന്റെ ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളുടെ ഹിസ്റ്ററി നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. ഇനി അതല്ല കസ്റ്റമർക്ക് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ സൗകര്യം ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഈ ഒരു എപ്പിസോഡ് മൈൻഡപ്പ് ആണ്. അടുത്തൊരു പുതിയ സ്റ്റോക്കായിട്ട് വീണ്ടും കാണാം. അപ്പൊ എന്തായാലും നമ്മുടെ ആൾക്കാർ വരുമ്പോൾ സെറ്റപ്പ് ചെയ്ത് കൊടുക്കണം. തീർച്ചയായും. അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും